പെരുമ്പിലാവിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ചാലിശ്ശേരി സ്വദേശി 15 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രധാന പ്രതികൾ പിടിയിൽ. മുഖ്യപ്രതിയായ സാദിഖ് ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. ദേശീയപാത ആമ്പല്ലൂരിൽ യാത്രാ ദുരിതമേറുന്നു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ പുതുക്കാട് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയാൻ സംവിധാനമില്ല. കടങ്ങോട് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേഖലയിൽ വ്യാപകമായി നെൽവയൽ നികത്തുന്നതായി പരാതി. സിപിഎം നേതാവിനെ പഞ്ചായത്ത് സെക്രട്ടറി സംരക്ഷിക്കുന്നതായി ആക്ഷേപം. നമസ്കാരം. വാർത്തകൾ വിശദമായി. പെരുമ്പിലാവ് അറക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. ചാലിശ്ശേരി ആലിക്കൽ സ്വദേശി വേങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അജിതന്റെ മകൻ 15 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പെരുമ്പിലാവ് സ്വദേശി ഷാജി മകൻ ഷാനിനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അതുൽ കൃഷ്ണ. പെരുമ്പിലാവിൽ നിന്ന് ചാലിശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അതുൽ കൃഷ്ണയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രധാന പ്രതികൾ പിടിയിൽ. മുഖ്യപ്രതിയായ സാദിഖ് ഉൾപ്പെടെ 3 കണ്ണൂർ സ്വദേശികളും എറണാകുളം സ്വദേശിയുമായ ഒരാളുമാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. 9 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് തൃശൂരിലേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചത്. കണ്ണൂർ അഴീക്കലിലെ ഐസ്ക്രീം വ്യാപാരിയായ സാദിഖിൽ നിന്ന് തട്ടിയെടുത്ത 65 ലക്ഷം രൂപ തിരിച്ചുപിടിക്കാനായി കൊട്ടേഷൻ സംഘത്തെ ഉൾപ്പെടുത്തിയായിരുന്നു അരുണിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. 4 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അവിടെ നിന്ന് ഒരു വണ്ടിയിൽ ഇവരെല്ലാവരും MES എസ്മാബി കോളേജ് മെഡിക്കൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് MES എസ്മാബി കോളേജിൽ അടുത്തുള്ള മുത്തു അലാസ് ധനേഷിയുടെ വീട്ടിൽ എത്തി. 23-ാം തീയതി എത്തി. വൈകുന്നേരം അവർ ഇവിടെ മെഡിക്കൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയിട്ട് അവർക്ക് വീണ്ടും അടി കൊടുത്തു. അതിൻ്റെ റിസൾട്ടായിട്ട് അയാൾ ഈ അരുൺ കോമ്പറ്റൂർക്കാരാണ്, അയാളും മരിച്ചു. അപ്പോൾ ഇയാൾ മരണപ്പെട്ട ശേഷം ഇവർക്ക് ഇവരുടെ ടീമിൽ മുത്തയുടെ ടീമിൽ അബേ പേരുള്ള ഒരാൾ ഈ ഒരു പ്ലാനിങ് ചെയ്ത് ഈ ബോഡി ആംബുലൻസ് ഡ്രൈവർക്ക് വിളിപ്പിച്ചിട്ട് രാത്രി ആംബുലൻസ് ഡ്രൈവർക്ക് ബോഡി ഏൽപ്പിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ യാത്രാ ദുരിതമേറുന്നു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ പുതുക്കാട് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയാൻ സംവിധാനമില്ല. ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം യു-ടേൺ തിരിഞ്ഞാണ് വാഹനങ്ങൾ ആമ്പല്ലൂരിലെത്തുന്നത്. പുതുക്കാട് നിന്നും 1.5 കിലോമീറ്റർ ദൂരം കടന്ന് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയേണ്ടവർ ഇരട്ടി വഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ വാഹനങ്ങൾ ടോൾ ബൂത്തിന് മുന്നിലെ തിരക്കിൽപ്പെട്ടാൽ യാത്രാ ദുരിതം പിന്നെയും ഇരട്ടിയാവും. ആമ്പല്ലൂർ ജംഗ്ഷനോട് ചേർന്ന് യു-ടേൺ തിരിയാൻ സൗകര്യമൊരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സർവീസ് റോഡുകളുടെ പണി അടിയന്തരമായി പൂർത്തിയാക്കാൻ ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഇടപെടണമെന്നുമാണ് പ്രധാന ആവശ്യം. ഇപ്പോൾ അടിപ്പാതയ്ക്കായി ഒരു പില്ലറിനായുള്ള കുഴിയെടുക്കലാണ് നടക്കുന്നത്. തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതത്തെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. ദേശീയപാതയുടെ മറുവശത്തുകൂടി കുഴിയെടുത്താൽ ഇരുവശത്തേക്കുമുള്ള വാഹന ഗതാഗതം ദുരിതപൂർണമാകും. മുന്നൊരുക്കങ്ങൾ നടത്താതെ ദേശീയപാത പൊളിച്ചു തുടങ്ങിയതോടെ ആമ്പല്ലൂരിൽ പൊടിശല്യവും രൂക്ഷമാണ്. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണത്തിന് ദേശീയപാത അതോറിറ്റി പറയുന്ന സമയപരിധി 10 മാസമാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ 1 വർഷത്തോളം ആമ്പല്ലൂർ പ്രദേശവാസികളെ കാത്തിരിക്കുന്നത് നീണ്ട യാത്രാ ദുരിതമായിരിക്കും. TCV ന്യൂസ്, പുതുക്കാട്. ആമ്പല്ലൂരിലെ അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണത്തിനെതിരെയും സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിക്കുന്നതിന് മുൻപ് റോഡ് പൊളിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി.
നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് അധ്യക്ഷനായി. ലിനോ മൈക്കിൾ, ആൻസ് ആൻഡോ, റനീഷ് നന്മണിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് ഉപയോഗിച്ച് അനധികൃതമായി വയൽ നികത്തുന്നതിനെതിരെ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം. കോൺഗ്രസ് പ്രവർത്തകർ കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പിടുന്നതിന് ചാല് കീറിയെടുക്കുന്ന മണ്ണ് വൻതോതിൽ കടങ്ങോട് പള്ളിമേപ്പുറം പ്രദേശത്ത് വയലിൽ തള്ളിയിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് മണ്ണ് കൊണ്ടുവന്നിരുന്ന ലോറി പിടിച്ചെടുത്തു. വില്ലേജ് പഞ്ചായത്ത് അധികൃതരും കൃഷി ഓഫീസറും സ്ഥലം സന്ദർശിച്ചിരുന്നു. 3-ാം വാർഡ് മെമ്പറുടെ ഒത്താശയോടെ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലം നികത്താനാണ് ശ്രമമെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ ഉപരോധ സമരം നടത്തിയത്. സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ CPM നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. 3-ാം വാർഡ് കടങ്ങോട് കടുക്കുന്ന പ്രദേശത്ത് നിന്ന് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി എടുത്ത ലോഡ് കണക്കിന് മണ്ണ് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള സാജുദ്ദീൻ എന്ന് പറയുന്ന 2-ാം വാർഡിൽ ഇപ്പുറത്ത് താമസിക്കുന്ന പാടം തീർത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പരാതിയുമായി വന്നപ്പോ സ്വാഭാവികമായി പഞ്ചായത്ത് സെക്രട്ടറി അതൊരു വളരെ ലഘൂകരിച്ചുകൊണ്ട് ആണ് ആ വിഷയത്തിൽ ഞങ്ങളോട് മറുപടി പറയുന്നത്. വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ കൃഷിഭവൻ ഓഫീസറും പറയുന്നു അത് തികച്ചും വളരെ ഒരിക്കലും പാടില്ലാത്ത നിയമവിരുദ്ധ പ്രവർത്തനമാണെന്ന് പറയുമ്പോഴും ആ മണ്ണ് അവിടെ നിന്ന് എടുക്കേണ്ടതിന് വേണ്ട ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങനെ പാടം തൂർത്തതിനെതിരെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചവരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇവർക്ക് പിന്നീട് സ്റ്റേഷൻ ജാമ്യം നൽകി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചിറമനങ്ങാട്, വ്യാപാരി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MH നൌഷാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. വയൽ നികത്താൻ CPM നേതാക്കൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറി K മായാദേവി പറഞ്ഞു. കടങ്ങോട് പള്ളിമേപ്പുറത്ത് വയലിൽ ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് നിക്ഷേപിച്ചത് പഞ്ചായത്തിന്റെ അറിവോടെയല്ല. പഞ്ചായത്തിൽ ഇതിനു വേണ്ട കത്ത് തന്നിട്ടില്ല. അതിനാൽ തന്നെ പഞ്ചായത്ത് ഇതിന് അനുമതി നൽകിയിട്ടില്ല. വിവരം അറിഞ്ഞയുടൻ സ്ഥലം സന്ദർശിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സെക്രട്ടറി അറിയിച്ചു. സത്യസന്ധമായി കൃത്യനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് സെക്രട്ടറി പറഞ്ഞു. തൃശൂരിലെ കേരള വിഷന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് സിഡ്കോ പ്രസിഡന്റും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ K വിജയകൃഷ്ണൻ പറഞ്ഞു. കേരള വിഷൻ ലിമിറ്റഡിന്റെ 20ാമത് ആനുവൽ ജനറൽ മീറ്റിംഗ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് തൃശ്ശൂരിലെ കേരള വിഷൻ. സംസ്ഥാനം തന്നെ ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ്. അപ്പം ആ നിലയിൽ നടക്കുന്ന പ്രവർത്തനത്തെ അതിൻ്റെ റിപ്പോർട്ട് ചോദിക്കുകയും അപ്പം ഇതൊക്കെ സാധ്യമാവുന്നതിൽ തീർച്ചയായിട്ടും അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റിയുള്ള തൃശ്ശൂരിലെ കേരള വിഷനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഏത് കാലത്തും ഇപ്പോൾ വെല്ലുവിളികളെ നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. റിലയൻസ് പോലെയുള്ള വലിയ മൂലധന പിൻബലമുള്ള കമ്പനികളോട് നമ്മൾ മത്സരിക്കുന്നത് വളരെ ഗൗരവപൂർവ്വം കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം അത് നമ്മുടെ ഈ സംഘടനാ പിൻബലവും നമ്മുടെ ഈ രീതിയിലുള്ള പ്രവർത്തന ശൈലിയുമാണ്. അപ്പോൾ അത് കുറേയും കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുറേ കൂടി നല്ല രീതിയിലേക്ക് കൺസ്യൂമർ റിലേഷനൊക്കെ കുറേയും കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. കേബിൾ ഓപ്പറേറ്റർ എന്നതിനപ്പുറം മൾട്ടി സർവീസ് പ്രൊവൈഡറായി മാറാൻ കഴിഞ്ഞു. റൂറൽ ബ്രോഡ്ബാൻഡിന്റെ കാര്യത്തിൽ രാജ്യത്ത് 2ാം സ്ഥാനത്താണ് കേരള വിഷൻ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റിയോടുകൂടി 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് തൃശൂരിലെ കേരള വിഷനാണെന്നും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ടെന്നും ആ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും K വിജയകൃഷ്ണൻ പറഞ്ഞു. ശക്തൻ നഗർ കാസിനോ കൾച്ചർ ഓഡിറ്റോറിയത്തിൽ നടന്ന ആനുവൽ ജനറൽ മീറ്റിംഗിൽ കേരള വിഷൻ ചെയർമാൻ PM നാസർ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ MD T ജയപ്രകാശ് റിപ്പോർട്ടും ഡയറക്ടർ P ഗോപകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു.
ഫിനാൻസ് ഡയറക്ടർ മോഹനകൃഷ്ണൻ, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA എക്സിക്യൂട്ടീവ് അംഗം അബൂബക്കർ സിദ്ദിഖ്, KCCL MD PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, KCCL ഡയറക്ടർ VP ബിജു, കേരള വിഷൻ ഡയറക്ടർ RH ഹാരിസ്, കമ്പനി സെക്രട്ടറി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനമൊഴിയുന്ന ഡയറക്ടർമാരെ ചടങ്ങിൽ ആദരിച്ചു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേറ്റ് വെഞ്ചേഴ്സ് ലിമിറ്റഡിന്റെ 4ാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് തൃശൂർ കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. TCV ലിമിറ്റഡ് ഡയറക്ടർ P ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ TCV ലിമിറ്റഡ് കമ്പനി ഡയറക്ടർ PB സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പദ്ധതി നിർവഹണവും പുതിയ പ്രൊജക്ട് അവതരണവും TCV ലിമിറ്റഡ് ഡയറക്ടർ CA ബൈജു നിർവഹിച്ചു. സാമ്പത്തിക അവലോകനം TCV ലിമിറ്റഡ് ഫിനാൻസ് ഡയറക്ടർ TJ ജോർജ് ലിയോ നടത്തി. TCV ലിമിറ്റഡ് ഡയറക്ടർ VP ബിജു, കേരള വിഷൻ MD T ജയപ്രകാശ്, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL MD PP സുരേഷ് കുമാർ, കമ്പനി സെക്രട്ടറി M കൃഷ്ണകുമാർ, ഓഡിറ്റർ CL സോണി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു 90% വർക്കും ഇപ്പോൾ കംപ്ലീറ്റഡ് ആണ്. ഇപ്പോൾ 20,000 സ്ക്വയർ ഫീറ്റ് ഫ്ലോറിംഗ് വർക്കിൽ 90% ഫ്ലോറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ മാസം ഇപ്പോൾ അതിന്റെ ഫയറിന്റെ ലൈസൻസ് ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. കാരണം വലിയ ബിൽഡിങ്ങുകൾക്ക് എപ്പോഴും ഫയർ ലൈസൻസ് കിട്ടിയതിനു ശേഷം മാത്രമാണ് കോർപ്പറേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഫയറിന്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആ ഫയറിന്റെ അവസാനത്തെ ഒരു അവരുടെ കൊറിയയുടെ ഭാഗമായിട്ടുള്ള പാരമെഡിക്കൽ ചെറിയൊരു ഹൈറ്റ് എക്സ്റ്റൻഷൻ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള കംപ്ലീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലംബിംഗ് വർക്ക് എല്ലാം കംപ്ലീറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമർ സെക്ഷനിലുള്ള പോസ്റ്റ് ചേഞ്ചിങ്ങും അതുപോലെ ട്രാൻസ്ഫോമറിന്റെ വർക്കും വയറിങ്ങും എല്ലാം കംപ്ലീറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്റീരിയർ അടക്കം അതുപോലെ തന്നെ ഇപ്പൊ ഈ സാങ്ഷന് സ്വാഭാവികമായി വരുന്ന ഒരു ചെറിയ ഏരിയയുണ്ട്. ഗ്യാസ് പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചേഞ്ച് കാരണം കോർപ്പറേഷനിൽ ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ സ്വാഭാവികം 2-3 മാസം എടുക്കുന്ന SPC കേഡറ്റിനെ പീഡിപ്പിച്ച SIയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുടയിലെ റൂറൽ SP ഓഫീസിലെ ഗ്രേഡ് SI ചന്ദ്രശേഖരനെയാണ് അറസ്റ്റ് ചെയ്തത്. 2 വർഷം മുമ്പ് ഇയാൾ മാള സ്റ്റേഷനിൽ ജോലി ചെയ്ത സമയത്തായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂരിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് കുട്ടിയുടെ മൊഴി. മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് കൌൺസിലിംഗിന് വിധേയയായപ്പോഴാണ് SI പീഡിപ്പിച്ച വിവരം പെൺകുട്ടി വെളിപ്പെടുത്തിയത്. തുടർന്ന് കൌൺസിലർ ഇരിങ്ങാലക്കുട വനിതാ സെല്ലിൽ വിവരമറിയിക്കുകയും കൊടുങ്ങല്ലൂർ പോലീസിന് കേസ് കൈമാറുകയുമായിരുന്നു. മിനി ബസും പിക്കപ്പ് മിനി ലോറിയും കൂട്ടിയിടിച്ച് 5 കുട്ടികൾക്കും പിക്കപ്പ് ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരി തങ്ങൾപ്പടി ബസ് സ്റ്റോപ്പിന് സമീപം വൈകിട്ടാണ് അപകടമുണ്ടായത്. ആറ്റൂർ പാറപ്പുറം സ്വദേശികളാണ് മിനി ബസ്സിലുണ്ടായിരുന്നത്. തൃശൂരിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് വന്നിരുന്ന പിക്കപ്പ് മിനി ലോറി ബസിന്റെ മുൻഭാഗത്ത് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലുണ്ടായിരുന്ന 5 കുട്ടികൾ പുറത്തേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് ലോറിയുടെ മുൻഭാഗം പൊളിച്ചാണ് പുറത്തെടുത്തത്. ഡ്രൈവർ ഉറങ്ങിയതാവാം കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പെരുമ്പിലാവ് പുത്തംകുളം സെന്ററിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് വീടും കടമുറിയും തകർന്നു. വ്യാഴാഴ്ച രാവിലെ 6:30യോടെയാണ് അപകടം. ആനക്കല്ല് ഭാഗത്തേക്ക് പോകുന്ന ഇടുങ്ങിയ റോഡിലേക്ക് മറിഞ്ഞ ലോറി പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു നിന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുത്തംകുളം പടിഞ്ഞാക്കര അബ്ദുൾ റയീഫിന്റെ കടയും വേട്ടനാട്ടയിൽ റഷീദിന്റെ വീടുമാണ് തകർന്നത്. പുതുതായി നിർമ്മിച്ച അക്കിക്കാവ് കടങ്ങോട് റോഡിലെ പുത്തംകുളം മേഖലയിൽ റോഡ് വീതി കുറവായതിനാൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ദിനംപ്രതി 100 കണക്കിന് ടോറസ് ലോറികളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും വാഹനങ്ങളുടെ അമിത വേഗവുമാണ് തുടർച്ചയായുള്ള അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 13ാമത്തെ അപകടമാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഈ റോഡ് പുതുതായി നിർമ്മിച്ചതു മുതൽ ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി ടോറസ് ലോറികളൊക്കെ അതിന്റെ എല്ലാ വേഗതയും കൂട്ടിക്കൊണ്ടാണ് ഈ മേഖലയിലൂടെ കടന്നു പോകുന്നത്. ശരിക്കും ഈ പ്രദേശത്തെ ജനങ്ങള്, ഈ റോഡിന്റെ ഇരു ഭാഗങ്ങളിലായി ജീവിക്കുന്ന ജനങ്ങള് ഇപ്പോൾ ഭീതിയോടാണ് കഴിയുന്നത്. പാനാൽ പൈങ്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിച്ചു. അയ്യപ്പനെഴുത്തച്ഛൻ പടി റേഷൻ കടയ്ക്ക് സമീപമായിരുന്നു അപകടം.
ഷൊർണൂരിൽ നിന്നും കിള്ളിമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ യാത്ര ചെയ്തിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കുവൈറ്റിലുണ്ടായ കപ്പൽ അപകടത്തിൽ മരിച്ച മണലൂർ പാലം സൂര്യാനഗറിൽ വെളക്കേത്ത് ഹരിദാസിന്റെ മകൻ ഹനീഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമായി. സുരേഷ് ഗോപി എംപിയുടെ നിരന്തരമായ ഇടപെടലിലാണ് DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി നടപടികൾ വേഗത്തിലാക്കിയത്. 10 മാസം മുൻപാണ് ജോലിക്കായി ഹനീഷ് കുവൈറ്റിലേക്ക് പോയത്. ഇറാൻ ചരക്ക് കപ്പൽ കുവൈത്ത് തീരത്ത് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 3 ഇന്ത്യക്കാരടക്കം 6 പേർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മാസം നാട്ടിലെത്തുമെന്ന് ഹനീഷ് അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് അപകടമുണ്ടായത്. ഗുരുവായൂരിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നഗരസഭ ഒത്താശ ചെയ്യുകയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് നഗരസഭാ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറിമാരായ CS സൂരജ്, നിഖിൽ G കൃഷ്ണൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ 14കാരൻ ലോഡ്ജിലെ കിണറ്റിൽ വീണ് മരിക്കാനിടയായ സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും പേരുകെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗുരുവായൂർ ക്ഷേത്രവും തീർത്ഥാടനം മാത്രമല്ല നടക്കുന്നത്, ഒട്ടനവധി ആളുകളുടെ ഉപജീവനം വലിയ പങ്കാണ്. ചാഴൂരിൽ ഭിന്നശേഷിക്കാരിയായ കുട്ടിയെ പൂട്ടിയിട്ടതായി പരാതി. പെരിങ്ങോട്ടുകര സെറാഫിക് കോൺവെന്റിനെതിരെയാണ് പരാതി. സെറിബ്രൽ പാൾസി ബാധിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂൾ അധികൃതർ അടച്ചിട്ടെന്നാണ് പരാതി. 7 ലക്ഷത്തോളം രൂപ ചെലവിട്ട് നവീകരിച്ച കെട്ടിടത്തിൽ തിപ്പിലശ്ശേരി മൃഗാശുപത്രി ശനിയാഴ്ച പ്രവർത്തനം തുടങ്ങും. 8 മാസത്തിന് ശേഷമാണ് മൃഗാശുപത്രി വീണ്ടും സജീവമാകുന്നത്. ഇതേസമയം ഇപ്പോഴും വൈദ്യുതീകരണം കൃത്യമായ രീതിയിൽ പൂർത്തിയാക്കിയിട്ടില്ല. ജില്ലാ പഞ്ചായത്തിനാണ് ഇതിന്റെ ചുമതല. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വൈദ്യുത സംവിധാനം ഉപയോഗിച്ചാണ് മരുന്നുകൾ സൂക്ഷിക്കാനുള്ള റെഫ്രിജറേറ്ററും കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കേണ്ടത്. പല സ്ഥലത്തും വയറിംഗ് തകരാറിലാണെന്ന് ജീവനക്കാർ പറയുന്നു. പഴയ കെട്ടിടത്തിന്റെ ചോർച്ച മൂലം ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആശങ്കയോടെയാണ് ജീവനക്കാർ നവീകരിച്ച കെട്ടിടത്തിലേക്ക് മാറാൻ ഒരുങ്ങുന്നത്. പെരുമ്പിലാവ്, ആൽത്തറ, മുല്ലപ്പള്ളിക്കുന്ന്, തിപ്പിലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ 100 കണക്കിന് ജനങ്ങളാണ് ഈ മൃഗാശുപത്രിയെ ആശ്രയിക്കുന്നത്. തീരദേശ പരിപാലന നിയമത്തിൽ ഇളവ് വരുത്തിയെങ്കിലും പാവറട്ടി പഞ്ചായത്തിലെ തീരദേശവാസികൾക്ക് പൂർണ്ണമായി ഗുണം ലഭിക്കില്ലെന്ന് ആശങ്ക. പാവറട്ടി പഞ്ചായത്തിലെ പെരിങ്ങാട് പുഴയോട് ചേർന്ന് കിടക്കുന്ന 234.18 ഏക്കർ പ്രദേശം സംരക്ഷിത വനമായി മാറ്റാനുള്ള വനംവകുപ്പിന്റെ കരട് വിജ്ഞാപനമാണ് തീരദേശവാസികളുടെ ആശങ്കയ്ക്ക് കാരണം. പുഴയുടെ അതിർത്തിയിൽ നിന്നും 100 മീറ്റർ അകലെ മാത്രം നിർമ്മാണം നടത്താൻ കഴിയുമായിരുന്ന CRZ 3 വിഭാഗത്തിലായിരുന്നു ഇതുവരെ. പാവറട്ടിക്ക് ഇളവ് ലഭിക്കുന്നതോടെ ഇത് 50 മീറ്ററായി ചുരുങ്ങുകയും കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സംരക്ഷിത വനം കരട് വിജ്ഞാപനം നിലനിൽക്കുന്നതിനാൽ ഈ ഇളവ് കിട്ടില്ലെന്നും കൂടുതൽ നിയന്ത്രണം നേരിടേണ്ടി വരുന്ന കാറ്റഗറിയിലേക്ക് മാറുമെന്നുമാണ് വാദം. പുഴയെ സംരക്ഷിത വനമാക്കി മാറ്റാനുള്ള കരട് വിജ്ഞാപനം റദ്ദാക്കിയാൽ മാത്രമേ തീരദേശ പരിപാലന നിയമത്തിലെ ഇളവ് കൊണ്ട് പാവറട്ടി പഞ്ചായത്ത് നിവാസികൾക്ക് ഉപകരിക്കുമെന്ന് പാവറട്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ OJ ഷാജൻ പറഞ്ഞു. പാവറട്ടിയുടെയും പരിസര പ്രദേശങ്ങളുടെയും തീരമേഖലയും അല്പം കരഭൂമിയും ചേർന്ന് 234 ഏക്കറോളം ഭൂമി, അത് പുഴ പുറമ്പോക്ക് അടക്കമുള്ള ഭൂമി കരട് വിജ്ഞാപനത്തിലൂടെ കണ്ടൽക്കാടായി പ്രഖ്യാപിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. കണ്ടൽക്കാട് എവിടെയാണോ അവസാനം നിൽക്കുന്നത് അവിടെ നിന്ന് 50 മീറ്റർ അളക്കുക എന്ന നടപടി സ്വീകരിക്കുമ്പോൾ ഒരുപാട് വീടുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ട് വരികയാണ്. വീട് പുനർനിർമ്മിക്കുന്നതിനോ അവരുടെ സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ ഒന്നും കഴിയാത്ത തരത്തിലേക്ക് പാവറട്ടിയുടെ തീരമേഖല മാറുകയാണ്. കരട് വിജ്ഞാപനം പ്രാബല്യത്തിലായാൽ 50 മീറ്ററിൽ ബഫർ സോണായി പ്രഖ്യാപിക്കുകയും വീടുകളോ മറ്റു കെട്ടിടങ്ങളോ നിർമ്മിക്കാനോ പുതുക്കിപ്പണിയാനോ അനുവാദം ലഭിക്കില്ലെന്നും സ്ഥലം ഉപേക്ഷിച്ച് പോകുന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നുമാണ് പറയുന്നത്. വനംവകുപ്പിന്റെ കരട് വിജ്ഞാപനം റദ്ദാക്കിയാൽ മാത്രമേ ഇളവ് പ്രയോജനപ്പെടുത്താൻ കഴിയൂവെന്ന് സമരരംഗത്തുള്ള തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. TCV ന്യൂസ്, പാവറട്ടി. പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ INTUC പ്ലാന്റേഷൻ ഫെഡറേഷൻ ധർണ നടത്തി.
തോട്ടം തൊഴിലാളികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ അവഗണന അവസാനിപ്പിക്കുക, വന്യമൃഗങ്ങളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ആന്റണി കുറ്റൂക്കാരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ടി ആന്റോ അധ്യക്ഷനായി. MK പോൾസൺ, ഔസേബ് ചെരടായി, പോൾ പുല്ലോക്കാരൻ, ആലിക്കുട്ടി ചെമ്പൻ, ഷബീർ അലി, അശോകൻ പാലപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന്റെ ആവശ്യം ഇപ്പോൾ എന്താണെന്നതിനെ കുറിച്ച് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എരുമപ്പെട്ടി പുലിയന്നൂർ വെള്ളാറ്റന്നൂർ റോഡിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് മധ്യവയസ്കയ്ക്ക് പരിക്കേറ്റു. വെള്ളാറ്റന്നൂർ വാത്തിപ്പറമ്പിൽ വീട്ടിൽ അനിതയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടത്തി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. സിനിമ സീരിയൽ താരം സുരേഷ് ബാബു, കലാമണ്ഡലം നിസരി നന്ദൻ തുടങ്ങിയവർ ചേർന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ജനറൽ കൺവീനർ EG സജിമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, പബ്ലിസിറ്റി കൺവീനർ രശ്മി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 15, 16, 17, 18 തീയതികളിലായി കയ്പമംഗലം ഫിഷറീസ് സ്കൂളിലാണ് കലോത്സവം. പെരിഞ്ഞനം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയത്തങ്ങൾ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വാസികൾക്ക് ആത്മീയ ചൈതന്യം പകർന്ന തിരുകർമ്മങ്ങളോടെ പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിലെ 40 മണിക്കൂർ ആരാധനയ്ക്ക് തുടക്കമായി. ആഘോഷമായ ദിവ്യബലി, ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയ്ക്ക് CMI ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര മുഖ്യ കാർമ്മികനായി. ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട്, ഫാദർ സിജേഷ് വാതുകാടൻ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. മകളുടെ കല്യാണവേദിയിലെ അച്ഛന്റെ നൃത്തം വൈറൽ. സമൂഹമാധ്യമങ്ങൾ നൃത്തം ഏറ്റെടുത്തതോടെ നാട്ടുകാർക്കിടയിൽ ലാലുവിന് താരപരിവേഷമാണ്. കണ്ണടച്ചു തുറക്കും മുൻപേ ഡാൻസ് തീർന്നുവെങ്കിലും സമൂഹ മാധ്യമങ്ങൾ അച്ഛന്റെയും മക്കളുടെയും പ്രകടനം ഏറ്റെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് 10 ലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. ചന്ദ്രാപിന്നി സ്വദേശി കോറോട്ട് ലാലുവും മക്കളും ചുവടുവെച്ച നൃത്തമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. ഇക്കഴിഞ്ഞ 8-നായിരുന്നു എടമുട്ടം ഗാഥ ഓഡിറ്റോറിയത്തിൽ ലാലുവിന്റെ മൂത്ത മകൾ ദേവികയുടെ വിവാഹം. കല്യാണത്തിന് 1 മാസം മുൻപേ തന്നെ ദേവികയും ലാലുവിന്റെ ഇളയ മകൾ അനാമികയും സുഹൃത്തുക്കളും ചേർന്ന് ഡാൻസിന്റെ പരിശീലനം തുടങ്ങിയിരുന്നു. ചെറുപ്പത്തിലെ പ്രൊഫഷണൽ ഡാൻസറായിരുന്നു ലാലു. പക്ഷേ നൃത്തവേദികളിൽ നിന്ന് 18 വർഷമായി അകന്നു നിൽക്കുന്ന അച്ഛനെക്കൊണ്ട് വീണ്ടും ഡാൻസ് ചെയ്യിപ്പിക്കണമെന്ന മക്കളുടെ ആഗ്രഹമാണ് വിവാഹ ദിനത്തിൽ സഫലമായത്. അച്ഛൻ പണ്ടൊക്കെ പ്രഭുദേവയുടെ മൈക്കിൾ ജാക്സന്റെ ഒക്കെ ഡാൻസാണ് ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നത്. അച്ഛനിപ്പോൾ പറയണത് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛൻ കളിച്ചാൽ ഞങ്ങൾക്ക് അറിയാവുന്നത് ഈ പാട്ട് മാത്രമാണ്. ഞങ്ങൾ മുക്കാല അച്ഛൻ്റെ ആ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ആ പാട്ടൊന്ന് ആഡ് ചെയ്ത് വെച്ച് ഞങ്ങൾ അച്ഛൻ കളിക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തലേ ദിവസമാണ് പറഞ്ഞത് അച്ഛനടുത്ത് ഇങ്ങനെ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ചെയ്തു നിങ്ങൾ ഇഷ്ടം കളിച്ചാൽ ഞാൻ എൻ്റെ സ്റ്റെപ്പ് കളിച്ചോളാം എന്ന് അച്ഛൻ പറഞ്ഞിട്ടാണ് കളിച്ചത്. പക്ഷെ കളിച്ചെന്നപ്പോൾ അത് ഏകദേശം ഞങ്ങൾ എല്ലാവരും സ്റ്റെപ്പ് സിങ്കായി വന്നു. ഞാനൊരു 18 കൊല്ലമായി ഡാൻസ് പരിപാടിയൊക്കെ നിർത്തി. ഞാൻ ഡാൻസ് കയറിയിരുന്നു, ഡാൻസ് കളിച്ചിരുന്ന ആളാണ്, ഡാൻസ് മാസ്റ്റർ ആയിരുന്നു. നമ്മൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകളിൽ വന്ന കാരണം ഞാൻ ഡാൻസൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ മക്കളെ കൂടെ കളിച്ചത്. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് ഫോട്ടോ സെഷനിടയിലാണ് ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറിയത്. വേദിക്കരികിൽ മക്കളുടെ നൃത്തം ആസ്വദിച്ചു നിന്നിരുന്ന ലാലുവിനെ നൃത്തത്തിനിടയിൽ ഇളയ മകൾ അനാമിക വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു.
കാതലൻ സിനിമയിലെ മുക്കാല മുക്കാബല എന്ന് തുടങ്ങുന്ന ഗാനത്തിന് മക്കളോടൊപ്പം അച്ഛനും തകർത്ത് കളിച്ചു. വേദിയിൽ നിന്നും ഇറങ്ങിയതും അഭിനന്ദനങ്ങളുമായി നിരവധി പേർ ചുറ്റും കൂടി. വിവാഹ ദിനത്തിലെ ഈ സർപ്രൈസ് നൃത്തം ഇപ്പോൾ കേരളമൊട്ടാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. TCV ന്യൂസ് കയ്പമംഗലം. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന് കൊടിയേറി. പള്ളിയിലെ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ചാപ്പലിന്റെ പെരുന്നാളിന് ശേഷം അട്ടപ്പാടി സെന്റ് തോമസ് ആശ്രമത്തിലെ യുഹനോൻ റംബാനാണ് പെരുന്നാളിന് കൊടിയേറ്റിയത്. ചാപ്പലിന്റെ പെരുന്നാളിന്റെ ഭാഗമായി രാവിലെ നടന്ന കുർബാനയ്ക്ക് യുഹനോൻ റംബാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഒക്ടോബർ 2, 3 ദിവസങ്ങളിലാണ് ബസേലിയോസ് ബാവയുടെ 339ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രളയത്തിൽ നഷ്ടം സംഭവിച്ച ആമ്പലൂരിലെ വ്യാപാരികൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി 10 ലക്ഷം രൂപ നൽകി. പുതുക്കാട് മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മന്നലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാറിൽ നിന്ന് ആമ്പലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പണ്ടാരി, യൂത്ത് വിംഗ് പ്രസിഡന്റ് KT പിയൂസ് എന്നിവർ തുക ഏറ്റുവാങ്ങി. രഞ്ജിമോൻ, ഡേവിസ് വില്ലടത്തുകാരൻ, പ്രതീഷ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വെസ്റ്റ് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ശാസ്ത്രോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി യോഗം കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക സിസ്റ്റർ ജോസഫൈൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു, അധ്യാപക സംഘടനാ പ്രതിനിധികളായ AM ജെയ്സൺ, PTA പ്രസിഡന്റ് ബ്ലെയ്സ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 16, 17 തീയതികളിൽ അരണാട്ടുകര ഇൻഫന്റ് ജീസസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് ശാസ്ത്രോത്സവം അരങ്ങേറുന്നത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ 14-ലെ 4 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, കയ്പമംഗലം ഫിഷറീസ് സ്കൂൾ പ്രിൻസിപ്പാൾ EG സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ചപ്പാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ എല്ലാത്തരം കഴിവുകളുമുള്ള ആളുകൾ എന്ന നിലയിൽ പെരിഞ്ഞനം പൊന്മാനിക്കുടം ഉണ്ണീൻ മുസ്ലിയാരുടെ 99ാമത് ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. പൊന്മാനിക്കുടം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ജാറം അങ്കണത്തിൽ കുർമത്ത് ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടികയറ്റൽ കർമ്മം നിർവഹിച്ചു. മഹല്ലി പ്രസിഡന്റ് പൊന്നാത്ത് ആലി മുഹമ്മദ്, മഹല്ലി ജനറൽ സെക്രട്ടറി കൂർമത്ത് സെയ്ദ് മുഹമ്മദ്, ട്രഷറർ മദലകത്ത് വീട്ടിൽ നൂറുദ്ദീൻ, ഖത്തീബ് ഹാഫിൾ അനസ് ഭാഗവി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7025 രൂപ, പവന് 56,200 രൂപ, വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3289 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പെരുമ്പിലാവിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ചാലിശ്ശേരി സ്വദേശി 15 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഇറേഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രധാന പ്രതികൾ പിടിയിൽ. മുഖ്യപ്രതിയായ സാദിഖ് ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. അറസ്റ്റിലായവരുടെ എണ്ണം 9ആയി. ദേശീയപാത ആമ്പല്ലൂരിൽ യാത്രാ ദുരിതമേറുന്നു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ പുതുക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾക്ക് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയാൻ സംവിധാനമില്ല. കടങ്ങോട് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേഖലയിൽ വ്യാപകമായി നൽവയൽ നികത്തുന്നതായി പരാതി. CPM നേതാവിനെ പഞ്ചായത്ത് സെക്രട്ടറി സംരക്ഷിക്കുന്നതായി ആക്ഷേപം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.